നമസ്കാരം. നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ എന്നതാ കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നില്ല. പോകുമ്പോഴും നമ്മൾ മിക്കവാറൊന്നും കൊണ്ടുപോകാനില്ല. ചിലപ്പോഴൊക്കെ പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തികളായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു പക്ഷേ ശരിയാണ്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് നല്ലതിനു വേണ്ടിയാണ്. കാരണം ബൈബിളിൽ എങ്ങനെ പഠിപ്പിക്കുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് ജന്മം തന്നപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ചെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതൊക്കെ നന്മയ്ക്കാണ്. കാരണം നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുക. ചിലപ്പോൾ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, നമ്മളെ സ്നേഹിച്ചവരായിരിക്കും. ഈ പറഞ്ഞ ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുകയില്ല. നമുക്ക് ഈ പ്രപഞ്ചവും ഈ യൂണിവേഴ്സിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള കാലത്ത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി, സന്തോഷം ആസ്വദിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ നേടി പോകുന്നതാണ് നല്ലത്. കാരണം ആരും ഇവിടെ ആരെയല്ല, ആണോ? നമുക്കങ്ങനെ അവകാശപ്പെടാനും ഒന്നുമില്ല. നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് കാലത്തേക്ക് ആരെ കിട്ടുന്നു, കുറച്ച് കാലം കഴിയുമ്പോൾ അവരൊക്കെ നമ്മളിൽ നിന്ന് വേറെ അകന്നു പോകുന്നു, വീണ്ടും നമ്മൾ ജീവിക്കേണ്ടി വരും. ഈ പ്രപഞ്ചം നമുക്കായിട്ട് എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിത് കണ്ടെത്താതാണ് നമ്മുടെ കുറവെന്ന് പറയുന്നത്. നഗ്നനായി തന്നെ വന്നു, നഗ്നനായി തന്നെ പോന്നു. വീണ്ടും ബൈബിളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സഭാപ്രസംഗൻ നഗ്നനായിട്ട് വന്നു, നഗ്നനായിട്ട് തന്നെ പോകുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോന്നു. പിന്നെ നമുക്ക് പണി തന്നവരൊക്കെ ഉണ്ടാവും ഈ ലോകത്ത്. പക്ഷേ ഈ പ്രപഞ്ചം അതിന് ഒരു തിരിച്ചടി കൊടുക്കും. നമ്മൾ ക്ഷമയോടെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ആർക്കും സ്വന്തമൊന്നുമല്ലെന്നേ, ആണോ? പക്ഷേ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മാതാപിതാക്കളാണ്. ആ ഒരു സത്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എന്താ ചെയ്ത് അത് നമുക്ക് നാളെ ഈ പ്രപഞ്ചം അത് തിരിച്ചു തരും. അതിപ്പോൾ ഏത് വൻ ശക്തി ആയാലും ശരിയല്ലേ? അപ്പോൾ പരമാവധി നമ്മൾ ഈ ലോകത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കാരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാം. ആരെയും ഇവിടെ ഒരു ജാതിക്ക് മാത്രം